ഓം ശാന്തി. ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് മസ്തകത്തിൽ പ്രകാശിക്കുന്ന സ്റ്റാറിനെ കാണുകയാണ്. ഞാൻ ദിവ്യ പ്രകാശത്തിൽ തിളങ്ങുന്ന ഒരു ചൈതന്യ നക്ഷത്രമാണ്. എന്നിൽ നിന്നും പുറപ്പെടുന്ന ദിവ്യ പ്രകാശം മസ്തകത്തിൽ നിന്നും മുഴുവൻ ശരീരത്തിലേക്കും വ്യാപിക്കുന്നു. മുഴുവൻ ശരീരവും പ്രകാശമയമായിരിക്കുന്നു. ഞാൻ ലൈറ്റ് രൂപധാരി ഫരിസ്തയാകുന്നു. ഇപ്പോൾ പറന്നുയർന്ന് ഞാൻ സെക്കൻഡിൽ അവ്യക്തവദനത്തിലെത്തുന്നു. ഞാൻ ബാപ്പ് ദാദയുടെ സമക്ഷത്തിലിരിക്കുന്നു. ബാപ്പ് ദാദ എനിക്ക് വരദാനി ദൃഷ്ടി നൽകുകയാണ്. വരദാനം നൽകുകയാണ്. സുഖദാദ ബാപ് സമാനം സർവർക്കും സുഖം നൽകുന്ന മാസ്റ്റർ സുഖദാദ ഭവ. സദാ സർവരുടെയും സ്നേഹി ഭവ. സ്വപരിവർത്തക് സ്വവിശ്വപരിവർത്തക് ഭവ. സഫലതാമൂർത്ത ഭവ. ഞാൻ ബാബയുടെ വരദാനങ്ങളാൽ സമ്പന്നമാകുന്നു, ഭർപൂറാകുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ്. ബാപ്പ് ദാദ എന്റെ കർമ്മക്കണക്കുള്ള ആത്മാക്കളെ വദനത്തിൽ ഇമർജ് ചെയ്യുന്നു. ആർക്കാണോ വീണ്ടും വീണ്ടും സംസ്കാരങ്ങളുടെ കൂട്ടിമുട്ടലുണ്ടാകുന്നത്, നെഗറ്റീവ് ഭാവമുള്ളത്, വീണ്ടും വീണ്ടും എന്നെ താഴ്ത്തി കാണിക്കാൻ പരിശ്രമിക്കുന്നത്, ഇൻസൾട്ട് ചെയ്യുന്നത്, അസൂയയും വെറുപ്പും കാണിക്കുന്നത്, അവരെ മുഴുവൻ ഞാൻ അവ്യക്തവദനത്തിൽ കാണുന്നു. എനിക്കറിയാം ഈ ആത്മാക്കളിൽ ഒരു ദോഷവുമില്ല. ഈ ആത്മാക്കൾക്ക് എന്നോട് അനേക ജന്മങ്ങളുടെ കണക്കുണ്ട്. ബാബയുടെ സഹായത്താൽ ഞാൻ കർമ്മബന്ധനങ്ങളുടെ കണക്കിനെ സർവ പഴയ കണക്കുകളും സമാപ്തമാക്കുന്നു. ഇപ്പോൾ സത്യഹൃദയത്തിൽ സങ്കല്പങ്ങളുടെ ഭാഷയിൽ ഞാൻ പറയുന്നു, ഹേ എൻ്റെ ആത്മസഹോദര, ഞാൻ അറിഞ്ഞോ അറിയാതെയോ താങ്കളെ ബുദ്ധിമുട്ടിച്ചോ തെറ്റ് ചെയ്തോ, ഈ സർവ കാര്യങ്ങൾക്കും ഞാൻ താങ്കളോട് മാപ്പ് ചോദിക്കുന്നു. സ്വയം തന്നോട് എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ ഹൃദയത്തിൽ നിന്ന് മാപ്പ് നൽകുന്നു. മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി ലൈറ്റാകൂ.
ഞാൻ ബാപ്പ് ദാതയിൽ നിന്നും പുറപ്പെടുന്ന സർവശക്തികളുടെയും കിരണങ്ങൾ എന്നിലൂടെ ആത്മാക്കളിലേക്ക് എത്തുന്നതായി അനുഭവം ചെയ്യുന്നു. പഴയ ദുഃഖദായി സംസ്കാരങ്ങൾ പരിവർത്തനമാകുന്നു. ബാബ തന്റെ വരദാനി ദൃഷ്ടിയാൽ ആത്മാക്കളിൽ സുഖ, ശാന്തി, പവിത്രത, ആനന്ദം ഇതെല്ലാം നൽകുന്നു, ഭർപ്പൂറാക്കുന്നു. ആത്മാവിലെ അനാദി സുഖദായി സംസ്കാരം വീണ്ടും ഇമോർജാക്കുന്നു. ഞാൻ നിസ്വാർത്ഥ സ്നേഹത്തിന്റെയും ശാന്തിയുടെയും വൈബ്രേഷൻ നൽകുന്നു. കൺമുന്നിൽ ഞാൻ കാണുകയാണ് ഓൾമൈറ്റി ബാബയുടെ ശക്തിയിലൂടെ, എൻ്റെ ശുഭഭാവനയിലൂടെയും ആത്മാവിന് എൻ്റെ പ്രതി ഏത് നെഗറ്റീവ് ഭാവനയുണ്ടോ അത് സമാപ്തമാകുന്നു. വെറുപ്പിന്റെയും അസൂയയുടെയും ഭാവം സമാപ്തമായി ആത്മിക പ്രേമത്തിന്റെ ഭാവന ജാഗ്രതമാകുന്നു. എൻ്റെ സഹയോഗിയാകുന്നു. താങ്ക് യു ബാബ. ബാബയിൽ നിന്നും കൃപയാചിക്കുന്നതിനു പകരം യോഗബലത്തിലൂടെ പ്രയോജനമെടുക്കുന്നു. ഓർമ്മയിലൂടെ ആയുസ് വർദ്ധിക്കുന്നു. കർമ്മഭോഗം തീർപ്പാക്കുന്നു. പ്രാണനിലും പ്രിയപ്പെട്ട ബാബയോട് എത്രത്തോളം സ്നേഹമുണ്ടോ അത്രയും ഓർമ്മയുണ്ടാകുന്നു, മംഗളമുണ്ടാകുന്നു. ഓർമ്മയിലൂടെ മഹാവീരനാകുന്നു, ശക്തിശാലിയാകുന്നു. ഞാൻ ബാബയുടെ ശിക്ഷണത്തിലൂടെ ജീവിക്കുന്നു. ദേഹസഹിതം ദേഹത്തിന്റെ സർവസംബന്ധങ്ങളെയും മറന്ന് ഒരു ബാബയെ ഓർമ്മിക്കുന്നു. ഇത് പഴയ ലോകമാണ്, പഴയ ശരീരമാണ്. എനിക്ക് പുതിയ ലോകത്തേക്ക് ട്രാൻസ്ഫർ ആകണം. കർമ്മക്കണക്കില്ലാതായിക്കൊണ്ടേയിരിക്കുന്നു. ബാബ വളരെ പ്രിയങ്കരനാണ്, എന്നാൽ ഗുപ്തവുമാണ്. പതിത ശരീരത്തിൽ വന്ന് കുട്ടികളെ വജ്രസമാനമാക്കി മാറ്റുന്നു. ഞാൻ ഈശ്വരീയ സന്താനമാണ്. ശ്രീമതമനുസരിച്ച് നടക്കുന്നു. മനസ്സുകൊണ്ട് ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. അറിയാതെ പോലും ആരെയും ഓർമ്മിക്കരുത്. എന്റേതായി ഒരു ബാബ മാത്രമേയുള്ളൂ. ഇത് അനാദിയായ ഡ്രാമയാണ്. ഈ ഡ്രാമയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ബാബയ്ക്ക് ഹൃദയപൂർവം പ്രേമത്തോടെ മക്കളുടെ സേവനം ചെയ്യാൻ കഴിയുന്നത്. ഞാനിപ്പോൾ മാസ്റ്റർ സ്നേഹസാഗരമായി മാറുന്നു. കൽപ്പം മുമ്പത്തെ പോലെ ബാബ വീണ്ടും സ്നേഹിയാക്കാൻ വന്നിരിക്കയാണ്. ബാബ സദാകാലത്തെ സുഖം നൽകുന്നു. അതിനാൽ ഞാനും ബാപ്പ് സമാനം ആർക്കും ദുഃഖം നൽകില്ല. ബാബ നിഷ്കളങ്കരുടെ നാഥനാണ്. യോഗമാകുന്ന സ്നാനത്തിലൂടെ പാപം ഭസ്മമാക്കുന്നു.
സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കാനുള്ള അഭ്യാസം ചെയ്യുന്നു. അപ്പോൾ ദേഹത്തിന്റെ അഹങ്കാരമില്ലാതാകുന്നു. സത്യതയോടെ ബാബയ്ക്ക് ചാർട്ട് നൽകുന്നു. സത്യമായ ചാർട്ട് എഴുതുന്നു. അന്തിമത്തിൽ ഒരു ബാബയല്ലാതെ മറ്റാരും ഓർമ്മ വരരുത്. ദേഹവും ഓർമ്മ വരരുത്. കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണം വെക്കുന്നു. കൂടുതൽ ആഗ്രഹങ്ങളില്ല. സഹനശക്തി കൂടുതലാക്കുന്നു. യോഗബലത്തിലൂടെ കാര്യങ്ങൾ നടക്കുന്നു. ഞാനിപ്പോൾ ഈശ്വര്യ മടിത്തട്ടിൽ, മാതാപിതാവിന്റെ മടിത്തട്ടിലാണിരിക്കുന്നത്. മുഖ്യമായ കാര്യം ഓർമ്മയാണ്. ഇതിലൂടെ ഭാവിയിലേക്ക് വളരെ സമ്പാദ്യമുണ്ടാകുന്നു. ഓർമ്മ കൂടാതെ സതോപ്രധാനമാകുക അസംഭവ്യമാണ്. നല്ല രീതിയിൽ സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ കറന്റ് ലഭിക്കുന്നു. ആരോഗ്യശാലിയാകും. ഉയർന്ന പദവി നേടാനായി പെരുമാറ്റത്തെ നന്നാക്കുന്നു. മാതാപിതാവിനെ പരിപൂർണമായി പിന്തുടരുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. അച്ഛനെ പിന്തുടരുക, അച്ഛനെ നോക്കുക എന്ന മഹാമന്ത്രത്തിലൂടെ ഏകരസസ്ഥിതിയുണ്ടാക്കുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയാകുന്നു. പരചിന്തനത്തിന്റെ പ്രഭാവത്തിൽ വരാതെ ശുഭചിന്തനം ചെയ്യുന്ന ശുഭചിന്തനമണിയാകൂ. ബാബയുടെ സൂചനയാണ് ദേഹബോധത്തെ എപ്പോൾ വേണമെങ്കിലും എടുക്കാം, എപ്പോൾ വേണമോ അപ്പോൾ വിട്ട് ദേഹി അഭിമാനിയാകണം. ഈ അഭ്യാസം സരളമാക്കൂ. ഓം ശാന്തി.